എല്ലാവർക്കും നമസ്കാരം. ഈ ലേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് PSCയുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഡ്രൈവർ എക്സാം ആയിട്ടുള്ള പോലീസ് ഡ്രൈവറിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പഠിക്കണം എന്നതിനെ പറ്റിയുള്ള വീഡിയോകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഈ ലേൺ OACAM ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ എന്നീ ഡ്രൈവർ പരീക്ഷകൾക്ക് ശേഷം നമ്മൾ പുതിയതായിട്ട് പോലീസ് ഡ്രൈവറിന്റെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുണ്ട്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. ഇതെല്ലാം ചേർന്നിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. കോഴ്സിൽ ജോയിൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ 50 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് പരീക്ഷയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഈ 50 മാർക്ക് നമുക്ക് നേടാൻ കഴിയണം. ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നമ്മൾ നൽകുന്നത്. കൂടെ തന്നെ 20 മാർക്കിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള GK ക്ലാസ്സുകളുണ്ട്. അവിടെ എക്കണോമിക്സ് വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുള്ള GK നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്നും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ ഭാഗത്ത് നിന്നുമുള്ള 20 മാർക്കിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നൽകുന്നത് BNS ആണ്, ഭാരതീയ ന്യായ സംഹിതയാണ്. 2025 കഴിഞ്ഞ വർഷം നടന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്നും കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് ഉത്തരം കണ്ടെത്താം, ഏത് രീതിയിൽ ആൻസർ ചെയ്യാം, BNSന്റെയും BNSSന്റെ കാര്യങ്ങളും എങ്ങനെ നമ്മൾ പഠിക്കണം. ബുക്കുകളൊക്കെ വെച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം വളരെ ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കി പഠിക്കാൻ. പക്ഷേ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് സെഷനിലൂടെ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ചോദിച്ച ചില ചോദ്യങ്ങളും അവയുടെ ആൻസർ എങ്ങനെയാണ് കണ്ടെത്തുന്നതും എന്നതിനെയൊക്കെ പറ്റിയുള്ള ചെറിയ ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക. 2023 ഭാരതീയ ന്യായ സംഹിതയുടെ BNSന്റെ സെക്ഷൻ 138 പ്രകാരം, അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, സെക്ഷൻ 138 നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുവാണ്. 138 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് അബ്ഡക്ഷൻ, അതായത് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. അബ്ഡക്ഷൻ എന്താണ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കണം. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ചോദ്യം നോക്കിയേ. 2025 കഴിഞ്ഞ വർഷം നടന്ന പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷയിൽ നിന്നും ആ ഒരു ചോദ്യ പേപ്പറിൽ നിന്നുമുള്ള BNSന്റെ ചോദ്യമാണ്. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് എങ്ങനെ പഠിച്ചു വെക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാമേ. ഓപ്ഷനിലൂടെ നമുക്ക് ആൻസറിലേക്ക് ചെല്ലാൻ പറ്റുമെന്ന് നോക്കാം. ഒരു വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകാൻ നിർബന്ധിക്കുന്നു. ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നിർബന്ധത്തോടെ പോകാൻ പറയുകയാണ്, അല്ലെങ്കിൽ നിർബന്ധിക്കുകയാണ്, അടിച്ചു ഓടിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ നമ്മൾക്ക് അബ്ഡക്ഷൻ എന്ന് പറയാൻ കഴിയുമോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അതിനെ നമ്മൾ ഇത് പഠിച്ചു വെക്കണം. രണ്ടാമത് നോക്കാം. ഒരു വ്യക്തിയെ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകാൻ പ്രേരിപ്പിക്കുക. ഒരാളെ വഞ്ചിച്ച് ചതിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് അബ്ഡക്ഷൻ ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി, അടുത്ത ഓപ്ഷൻ ആണ്, ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അദ്ദേഹത്തെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുക. അയാൾക്ക് താല്പര്യമേ ഇല്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് എതിരായിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഇന്ത്യക്ക് വെളിയിലേക്ക് ഏതെങ്കിലും രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അബ്ഡക്ഷൻ ആണോ? അടുത്ത് നോക്കുക. ഇവ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ പറയുന്ന 137, 138, 139 ഈ പറയുന്ന സെക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ സെക്ഷനുകൾ പഠിച്ചു വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. നോക്കാം, നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാമേ. നോക്കിയേ, സെക്ഷൻ 138 വ്യക്തമാക്കുന്നത് അബ്ഡക്ഷൻ, അതായത് തട്ടിക്കൊണ്ടുപോക്കൽ എന്നാണ്. ഏത് വ്യക്തമാക്കുന്നത്? സെക്ഷൻ 138 വ്യക്തമാക്കുന്നത് എന്താണ്? തട്ടിക്കൊണ്ടുപോക്കൽ, അബ്ഡക്ഷൻ. നോക്കുക എന്താണെന്ന് നോക്കാം. നമ്മുടെ ഓപ്ഷനകത്തിൽ പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടോ നോക്കിയേ. ഒരു വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഏത് പേരിൽ വിളിക്കുന്നത്? അബ്ഡക്ഷൻ, അല്ലെങ്കിൽ ഏത് പേരിൽ വിളിക്കുന്നു? തട്ടിക്കൊണ്ടുപോകൽ എന്ന പേരിൽ വിളിക്കുന്നത്. എളുപ്പമല്ലേ? ഈ ഒരൊറ്റ പോയിന്റിനകത്തിൽ നിങ്ങൾക്ക് ഞാൻ മുഴുവൻ ഉത്തരം പറഞ്ഞു തന്നില്ലേ? ഇത്രയേ ഉള്ളത് പഠിക്കാൻ. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് രീതിയിൽ ഇങ്ങനെയാണ് ഇത് പഠിച്ചു നോക്കേണ്ടത്. ഈ ഒരൊറ്റ പോയിന്റിൽ നിന്ന് ഒരു വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെയോ, ഒന്ന് ബലപ്രയോഗത്തിലൂടെയോ, ഭീഷണിപ്പെടുത്തിയോ, രണ്ട് ഭീഷണിപ്പെടുത്തുന്നത്, രണ്ട് വഞ്ചനാപരമായി, മൂന്ന് അടുത്ത നോക്കുക, മറ്റൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് മാർഗങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ബലപ്രയോഗം വന്നിട്ടുണ്ട്, വഞ്ചനാപരമായിട്ട് വന്നിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തി വന്നിട്ടുണ്ട്. ഈ മൂന്ന് മാർഗത്തിലൂടെ ഒരാളെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? അബ്ഡക്ഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലെ? ഇത് നോക്കുക, ഉത്തരം ഓപ്ഷനിലേക്ക് നോക്കുക. ഒരു വ്യക്തിയെ വഞ്ചനാപരമായി അബ്ഡക്ഷൻ ആണ്. ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോവുക, രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുക എന്നത് ഓപ്ഷനകത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചതിനകത്തിലുണ്ടോ? അബ്ഡക്ഷന്റെ സെക്ഷൻ 132 ഇല്ല. അപ്പോൾ ഉത്തരം ഏതായിട്ട് വരികയാണ്? ഉത്തരം ദേ ഇവിടെ ഓപ്ഷൻ സി എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ദേ ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. വലിയ രീതിയിലൊന്നും കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. വലിയ രീതിയിൽ ഒത്തിരി നമുക്ക് മനസ്സിലാവാത്ത രീതിയിലൊക്കെ രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ഇതുപോലെ അങ്ങ് പഠിച്ചു വെക്കുക. അടുത്ത് നമുക്ക് നോക്കാം. നോക്കിയേ, കിഡ്നാപ്പിംഗ്, ആൾമോഷണം. എന്താണ് ആൾമോഷണം? ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 137 പ്രകാരമാണ് എന്തിനെ നിർവചിച്ചിരിക്കുന്നത്? കിഡ്നാപ്പിംഗ് എന്താണെന്ന് നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 137 പ്രകാരം ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെ ഏത് പേരിൽ വിളിക്കുന്നു? കിഡ്നാപ്പിംഗ് എന്ന പേരിൽ വിളിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആയിരുന്നു ഇത്. ആ ഓപ്ഷൻ സി എവിടെ വന്നിരിക്കുന്നു? കിഡ്നാപ്പിംഗ് എന്ന് പറയുന്ന സെക്ഷൻ 137 വന്നത് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക. സിമ്പിൾ ആണ്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇനി അടുത്ത് നോക്കാം. കിഡ്നാപ്പിങ്ങിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ട് പോകുന്നതും അതേപോലെ തന്നെ രക്ഷകർത്താക്കളുടെ കയ്യിൽ നിന്നും കടത്തിക്കൊണ്ട് പോകുന്നതിനെയും പറ്റിയും ഇവിടെ പറയുന്നു. ഓക്കെ, കിഡ്നാപ്പിംഗ് ഇന്ത്യയിൽ നിന്നും കടത്തലാണെങ്കിൽ സെക്ഷൻ 137 ക്ലോസ് 1A ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുവാൻ നിയമപരമായി അവകാശമുള്ള ആള്, അതായത് രക്ഷകർത്താക്കളാണ്. രക്ഷകർത്താക്കളെ പറ്റി പറയാൻ 137 ക്ലോസ് 1B സമ്മതം കൂടാതെയോ ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നത് പറയുന്നത് കിഡ്നാപ്പിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് കിഡ്നാപ്പിംഗ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, കഴിഞ്ഞ വർഷം തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ 2025 മറ്റൊരു ചോദ്യം നോക്കാം. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്നും എ വേഗത്തിൽ മൊബൈൽ ഫോൺ തട്ടിയെടുത്തു ഓടി. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റകൃത്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറ്റകൃത്യം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മളെ വളരെയധികം കൺഫ്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഭാഗമാണ്. മോഷണമുണ്ട്, അതേപോലെ തന്നെ റോബറി ഉണ്ട്, അതായത് നമ്മളുടെ കവർച്ചയുണ്ട്, മോഷണമുണ്ട്, അപഹരിക്കലുണ്ട്, സ്നാച്ചിങ് ഉണ്ട്. ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഒരു തിരക്കേറിയ സ്ഥലത്ത് നിന്നും ഒരു വ്യക്തി മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അയാളുടെ കയ്യിൽ നിന്നും മൊബൈൽ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. ഒരാളുടെ സ്വത്ത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. ഇതിനെ ഏത് പേരിൽ വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കുക. മോഷണമുണ്ട്, അപഹരിക്കലുണ്ട്, എക്സ്ട്രോഷൻ ഉണ്ട്, സ്നാച്ചിങ് ഉണ്ട്, കവർച്ചയുണ്ട്. ഇത് 4 ഏതാണ് ഉത്തരമെന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ 4 നമ്മൾ ഒന്ന് നോക്കാം. ഒന്നാമത് നമുക്ക് നോക്കാം. സെക്ഷൻ 303 മോഷണം. ആദ്യം പറഞ്ഞിരിക്കുന്നു മോഷണം എന്താണ്. നമ്മൾ നോക്കുക, തിരക്കേറിയ ഒരു സ്ഥലത്ത് ഒരാളുടെ മൊബൈൽ ഫോൺ ഒരാൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോകുന്നതിന് ഏത് പേരിൽ വിളിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ മോഷണം ഉണ്ടായിരുന്നു. നോക്കാം മോഷണമാണോ എന്നും. സെക്ഷൻ 303 എന്തിനെ പറ്റി പറയുന്നത്? മോഷണത്തെ പറ്റി പറയുന്നത്. 303 ക്ലോസ് 1 മോഷണത്തിന് നിർവചനവും പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഏതെങ്കിലും ജംഗമ വസ്തു, അയാളുടെ സ്വത്തിനെയാണ് ജംഗമ വസ്തു എന്ന് പറയുന്നത് കേട്ടോ. അയാളുടെ ജംഗമ വസ്തു അയാളുടെ സമ്മതം കൂടാതെ ദുരുദ്ദേശത്തോടു കൂടി കൈക്കലാക്കാൻ വേണ്ടി അവിടെ നിന്നും മാറ്റുന്നതിനെയാണ്
മോഷണം എന്ന പേരിൽ അറിയപ്പെടുന്നു. നോക്കുക, ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഏതെങ്കിലും സ്വത്ത്, ഏതെങ്കിലും അസറ്റ് അയാളുടെ സമ്മതം കൂടാതെ ആ ദുരുദ്ദേശത്തോടു കൂടി ആ സ്ഥലത്ത് നിന്നും അവിടെ നിന്നും മാറ്റി കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനെ മോഷണം എന്ന് പറയും. അപ്പോൾ മോഷണമാണോ അവിടെ നടന്നത്? മോഷണമല്ല നടന്നത്. കൈവശമുള്ള ഏതെങ്കിലും ജംഗമവസ്തു അയാൾ സമ്മതം കൂടാതെ ദുരുദ്ദേശത്തോടു കൂടി കൈക്കലാക്കാൻ വേണ്ടി അവിടെ നിന്നും മാറ്റുന്നതിനെ മോഷണം എന്ന് പറയുന്നു. അവിടെ മോഷണമല്ല നടന്നത്. അടുത്ത നോക്കിയേ, സെക്ഷൻ 304 സ്നാച്ചിങ് ആണ്. സ്നാച്ചിങ് വഴിയിൽ വെച്ച് തട്ടിയെടുക്കൽ എന്നതാണ് സ്നാച്ചിങ് എന്ന് പറയുന്നത്. ഒരു പൊതു സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ റോഡിൽ വെച്ച് എന്തെങ്കിലും തട്ടിയെടുക്കുന്നതിനെയാണ് നമ്മൾ സ്നാച്ചിങ് എന്ന പേരിൽ പറയുന്നത്. നോക്കുക, വഴിയിൽ വെച്ച് തട്ടിയെടുക്കുന്നതിനെ കുറിച്ചും അതിനുള്ള ശിക്ഷയെ കുറിച്ചുമാണ് 304 സ്നാച്ചിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്തിരിക്കണം. നിർവചനം: ഒരു വ്യക്തിയുടെ കൈവശമുള്ള, അപ്പൊ 304 നിർവചനം നോക്കിയേ, ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഏതെങ്കിലും ജംഗമ വസ്തു, മൊബൈൽ ഫോൺ ആവാം, സ്വർണമാലയാകാം, ബാഗാവാം മുതലായവ പെട്ടെന്ന് വേഗതയിൽ തട്ടിയെടുത്ത് ഓടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ബലം പ്രയോഗിച്ച് കൈക്കലാക്കുകയോ ചെയ്യുന്നതിനെയാണ് സ്നാച്ചിങ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒരു സ്ത്രീ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ ഒരു ബൈക്കിൽ വരികയും ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിൽ വരികയും ആ സ്ത്രീയുടെ സ്വർണമാല പെട്ടെന്ന് തന്നെ പൊട്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്താൽ അതിന് ഏത് പേരിൽ വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണത്? സ്നാച്ചിങ് ആണ്. ഓർത്തു വെച്ചിരിക്കുക. മൊബൈൽ ഫോണ്, സ്വർണമാല, ബാഗ് മുതലായവ പെട്ടെന്ന് വരികയും അതേ വേഗതയിൽ തന്നെ എന്ത് ചെയ്തു തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതിനെയുമാണ് സ്നാച്ചിങ് എന്ന് വിളിക്കുന്ന 304. അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടി. ഏതാണ്? സ്നാച്ചിങ് ആണ് ഉത്തരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ട് ഓപ്ഷനുകളുണ്ടല്ലോ. സെക്ഷൻ 308 എക്സ്ട്രോഷൻ ആണ്. അപഹരിക്കൽ അഥവാ ഭീഷണിപ്പെടുത്തി പണം സ്വത്ത് തട്ടിയെടുക്കലിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? എക്സ്ട്രോഷൻ അല്ലെങ്കിൽ എന്താ തട്ടിയെടുക്കൽ എന്ന പേരിൽ വിളിക്കുന്നത്, അപഹരിക്കൽ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയേ, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമുള്ള മറ്റേ ആരെങ്കിലുമോ അപായപ്പെടുത്തുമെന്നോ അപമാനിക്കുമെന്നോ ഭീഷണിപ്പെടുത്തി അയാളുടെ പക്കൽ നിന്നും അന്യായമായി പണമോ സ്വർണമോ മറ്റു വിലപിടിപ്പുള്ള രേഖകളോ നിർബന്ധപൂർവം കയ്യിലാക്കുന്നതിനെയാണ് എക്സോഷൻ അല്ലെങ്കിൽ അപഹരിക്കൽ എന്ന് വിളിക്കുന്നത്. ആരെയെങ്കിലും കൊല്ലുമെന്നോ അല്ലെങ്കിൽ അംഗവൈകല്യം വരുത്തുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിച്ച് കളയുമെന്നോ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും അടിച്ചു മാറ്റുന്നതിനെ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്നതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രോഷൻ എന്ന പേര്. അത് ഏത് സെക്ഷൻ ആണെന്ന് ഓർത്തോണം? സെക്ഷൻ 308 എക്സോഷൻ. ഒരാളെ ഭയപ്പെടുത്തി നിന്റെ അച്ഛനോ അല്ലെങ്കിൽ നിന്റെ മക്കൾക്കോ എന്തെങ്കിലും അപായം ഞാൻ വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും വിലവെടുപ്പുള്ള ഡോക്യുമെന്റോ അല്ലെങ്കിൽ സ്വത്തുക്കളോ എന്തെങ്കിലും അപഹരിക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? എക്സോഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. സെക്ഷൻ 308 ആണ്. ഇനി ലാസ്റ്റ് നോക്കിയേ, സെക്ഷൻ 309 കവർച്ച, റോബറി എന്നറിയപ്പെടും. റോബറി, മോഷണം എപ്പോൾ കവർച്ചയാകുന്നു എന്ന് നോക്കുക. മോഷണമാണ്, ഈ പറയുന്ന മോഷണമാണ് എന്തായി മാറുന്നത്? ഈ റോബറി ആയി മാറുന്നത്. മോഷണം നടത്തുന്നതിനോ അത് വിജയകരമായി പൂർത്തിയാക്കുന്നതിനോ അല്ലെങ്കിൽ മോഷ്ടിച്ച സ്വത്തുമായി കടന്നു കളയുന്നതിനോ വേണ്ടി കുറ്റവാളി മനഃപൂർവ്വം ഒരാളെ കൊല്ലുകയോ പരിക്കേൽപ്പിക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനായി ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അത് കവർച്ച അല്ലെങ്കിൽ റോബറി ആയി മാറുന്നു. അപ്പോൾ മോഷ്ടിച്ച വസ്തു കൊണ്ട് ഒരാൾ ഓടിപ്പോകാൻ നേരം ആ വീട്ടിലെ വ്യക്തി ഉണരുകയും അയാൾ ആ കള്ളനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ആയുധം വെച്ച് ആ വീട്ടിലെ ഉടമസ്ഥനെ കുത്തി അങ്ങ് പരിക്കേൽപ്പിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. ഈ സാഹചര്യത്തിൽ നടന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? കവർച്ച എന്ന പേരിൽ വിളിക്കുന്നത്. ബാങ്കിനകത്തിൽ കവർച്ച നടത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ബാങ്ക് മോഷണം നടത്തുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിക്കുകയും സെക്യൂരിറ്റി ഇവര് പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് എന്തായി മാറുകയാണ്? റോബറി ആയി മാറുകയാണ്. ഈ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. സെക്ഷൻ 309 റോബറി എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇന്ന് നമ്മൾ നോക്കിയത് BNS-ൽ കഴിഞ്ഞ വർഷം ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ഇതേ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് BNS-ന്റെ 4 മാർക്കും ഈസി ആയിട്ട് മേടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്തു നിന്നും 20 മാർക്കാണ് ഉള്ളത്. ആ 20 മാർക്ക് നിങ്ങൾക്ക് നേടണമെങ്കിൽ ഈസി ആയിട്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. പോലീസ് ഡ്രൈവർ എന്നുള്ള ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സർക്കാരിന്റെ നീലട്ടാഗ് അണിഞ്ഞ് അല്ലെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മോടൊപ്പം ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം പോകുന്നത്. റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾക്ക് എത്ര നേരം
വേണമെങ്കിലും സംശയങ്ങൾ, കാര്യങ്ങൾ ഇവയെല്ലാം ചോദിച്ച് ഒരു ചർച്ചയിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഉടൻ തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.